എന്താണ് ഡെൻ്റൽ ഇംപ്ലാന്റ്സ്? ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും? എന്തൊക്കെയാണ് ഇതിൽ പ്രൊസീജിയർ വരുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ഇതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കണം? കോസ്റ്റ് എത്ര വരും? എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡെൻ്റൽ ഇംപ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പല്ല് പൊട്ടിപ്പോവുകയോ പറിച്ചു കളയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും നാച്ചുറൽ ടൂത്തിനോട് സാമ്യമുള്ള രീതിയിൽ റീപ്ലേസ് ചെയ്യുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയാണ് ഡെൻ്റൽ ഇംപ്ലാന്റ്. ഇതിന് യൂസ് ചെയ്യുന്നത് മിക്കവാറും തന്നെ ടൈറ്റാനിയം എന്നുള്ളൊരു മെറ്റീരിയലാണ്. ടൈറ്റാനിയത്തിൻ്റെ പ്രത്യേകത ബോണായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കൂടിച്ചേരുന്നൊരു യുണീക്ക് മെറ്റീരിയലാണിത്. അതിൻ്റെ പല വിധത്തിലുള്ള മെറ്റീരിയൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞല്ലോ. ഒന്ന് ടൈറ്റാനിയം ഇംപ്ലാന്റ്സ്, രണ്ടാമതാണ് സെറാമിക് ഇംപ്ലാന്റ്സ്. സെറാമിക് ഇംപ്ലാന്റ്സ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായതുകൊണ്ട് തന്നെ നമുക്കതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങൾ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യും. ചില കണ്ടീഷൻസിൽ മാത്രം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇത്തിരി സൂക്ഷിക്കണം. അതായത് ഓസ്റ്റിയോപോറോസിറ്റി ഉള്ളവർ, ഡയബറ്റിക്കായ ആളുകളിലെല്ലാം നമ്മൾ കുറച്ച് വ്യത്യാസപ്പെടുത്തി വേണം ഇത് ചെയ്യാനായിട്ട്. നമ്മൾ അതെല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യണത് പേഷ്യൻറ്റിന് ഒരു സ്കാൻ എടുത്ത് നോക്കും. CBCT എന്നാണ് സ്കാനിൻ്റെ പേര്. ഇതിൽ നമ്മൾ ആ പല്ല് നഷ്ടപ്പെട്ട ഏരിയയിലുള്ള ബോണിനെ സ്റ്റഡി ചെയ്യാനായിട്ടാണ്. എന്തോരം വീതി ഡെൻസിറ്റി എല്ലാം ഉണ്ടെന്നുള്ളത് നമ്മളത് നോക്കും. അതനുസരിച്ചുള്ള ഇംപ്ലാന്റ് ആയിരിക്കും നമ്മളവിടെ ചൂസ് ചെയ്യണേ. ഇത് പല്ല് നഷ്ടപ്പെട്ട് കുറച്ച് കാലത്തിന് ശേഷം വരുന്ന ഇംപ്ലാന്റുകളിലാണ് ഇങ്ങനെ നമ്മൾ നോക്കുന്നത്. വേറൊരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ല് ഓൾറെഡി ഹെൽത്തി ആയിട്ട് ഉണ്ടായിരുന്നത് എന്തെങ്കിലും കാരണം കൊണ്ട് ഒടിഞ്ഞു പോയി, നമുക്ക് രക്ഷിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ആ പല്ല് എടുത്തു കളയേണ്ടി വരും. ആ എടുത്തു കളയുന്ന അന്ന് തന്നെ ഇംപ്ലാന്റ് ഇടുന്ന ഒരു രീതിയാണ് ഇമ്മീഡിയറ്റ് ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റ്. അതായിരിക്കും നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഏറ്റവും നല്ലൊരു ടൈപ്പ് എന്ന് പറയണത്. കാരണം പേഷ്യൻറ്റിന് ആ പല്ല് പറിച്ച ആ ഒരു ഹീലിംഗ് ടൈമിൽ തന്നെ നമുക്ക് ഇംപ്ലാന്റും കൂടി ചെയ്ത് കഴിയുമ്പോൾ അത്രയും പ്രൊസീജിയേഴ്സ് നമുക്ക് കുറഞ്ഞു കിട്ടും, ട്രീറ്റ്മെൻറ്റ് ടൈമും കുറയും. എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റണമെന്നില്ല. അത് ബോൺ ഡെൻസിറ്റി ഒക്കെ അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ CBCT സ്കാനിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമായ ബോണും ഹൈറ്റും എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പേടിക്കുന്ന പോലെ ഉള്ള പ്രൊസീജിയറൊന്നുമല്ല. ഒരു മൈനർ സർജിക്കൽ പ്രൊസീജിയറിനായിട്ടാണ് നമ്മളിത് കണക്കാക്കുന്നത്. അതായത് പല്ല് പറിക്കുമ്പോൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ, അതേപോലെയുള്ള ചെറിയ ഇഞ്ചക്ഷൻ തന്നെ മതിയാവും ഇംപ്ലാന്റ് ചെയ്യാനുമായിട്ട്. ആ കറക്റ്റ് പൊസിഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് അകത്തോട്ട് നമ്മൾ ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലേസ് ചെയ്തതിന് ശേഷം ഇത് ഹീൽ ചെയ്യാനായിട്ട് വിട്ട് ഒരു 3 months to 6 months വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യും അതിന് ക്യാപ്പ് വെക്കാനായിട്ട്. ചില ആളുകൾക്ക് എല്ലിന് നല്ല കട്ടി ഉണ്ടാവും, എല്ലിൻ്റെ ക്വാളിറ്റി ബെറ്റർ ആയവരുണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ ഈ 3-4 മാസം വെയിറ്റ് ചെയ്യാണ്ട് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഒരാഴ്ചയും കൊണ്ട് തന്നെ ക്രൗൺ വെക്കാവുന്ന രീതിയും ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതെല്ലാം ഒരു ക്ലിനീഷ്യൻ്റെ ചോയ്സാണ്. ആ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റ് പ്ലാനിങ്ങിലും നമ്മൾ നോക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ക്രൗൺ വെക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത് അതോ കുറച്ച് ഡിലേ ചെയ്തിട്ടാണോ. കാരണം ഈ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്ത ദിവസം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എത്രമാത്രം അതിന് ടൈറ്റ്നെസ് കിട്ടി എന്നുള്ളത് ബോണിലേക്ക്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാസം 4 മാസത്തിന് ശേഷം എത്ര ടൈറ്റ്നെസ്സിലേക്ക് അത് ഡെവലപ്പ് ചെയ്യുമെന്നുള്ളതും നമുക്ക് കണക്കാക്കും. ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നത്. നമുക്ക് ഉടനെ ക്രൗൺ കൊടുക്കണോ അതോ കുറച്ചും കൂടി ലേറ്റായി കൊടുക്കണോ എന്നുള്ളത്. ഇതിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പേഷ്യൻറ്റിൻ്റെ ഏജ്, പിന്നെ ബോണിൻ്റെ ഡെൻസിറ്റി, പിന്നെ ചില മെഡിസിൻസ്, ഇതെല്ലാം നമ്മൾ ഒന്ന് കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മളിതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഇംപ്ലാന്റ് ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? 3 എണ്ണമാണ് മെയിനായിട്ട്. ആദ്യത്തേത് നമ്മുടെ നാച്ചുറൽ ബോണിനെ ഇത് സേവ് ചെയ്യും. കാരണം നമ്മുടെ ബോണിൻ്റെ അകത്ത് പല്ല് ഇരിക്കും തോറും നമ്മൾ ഓരോ പ്രാവശ്യം ചവയ്ക്കുമ്പോഴും നമ്മുടെ ബോഡി ഇതിന് സിഗ്നൽ കൊടുക്കും ബോണിന് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ആ ബോണിനെ നിൽക്കാനായിട്ട്. നമ്മൾ ചവയ്ക്കുന്നു, പല്ല് ശരീരത്തിനൊരു സിഗ്നൽ കൊടുക്കും ആ ബോണിനെ നന്നായിട്ട് ഹെൽത്തി ആക്കി വെക്കാൻ. അപ്പോൾ എന്ന് പല്ല് ശരീരത്തിൽ നിന്ന് പോകണോ അന്ന് തൊട്ട് ഈ പ്രൊപ്രിയോസെപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ച്യൂയിങ് ആക്ഷൻ നമ്മുടെ ബോണിന് കിട്ടുന്നില്ല. അന്ന് തൊട്ട് ആ ബോൺ ഷ്രിങ്ക് ആയി തുടങ്ങും. നമ്മൾ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മസിൽ ഷ്രിങ്ക് ആവണ അതേ ബയോളജി തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ. ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇംപ്ലാന്റ് ചൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇംപ്ലാന്റ് ശരീരത്തിൻ്റെ അകത്ത് വെക്കുമ്പോൾ അതൊരു പല്ലിൻ്റെ വേരിൻ്റെ ഷേപ്പിലാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൽ പല്ലുണ്ടെന്നുള്ള രീതിയിൽ ച്യൂയിങ് തുടങ്ങുമ്പോഴത്തേക്ക് ആ ഭാഗത്തുള്ള ബോൺ ഷ്രിങ്കേജ് എല്ലാം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കവിൾ ഒട്ടുന്നതും മോണ ഒട്ടുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കി പ്രിമച്വർ ഏജിങ് നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ഇംപ്ലാന്റ് ആയിരിക്കും ഈ ബോൺ സേവ് ചെയ്യാൻ നല്ലത്. രണ്ടാമത്തത് ഹെൽത്തി ആയ ടൂത്തിനെ സേവ് ചെയ്യാൻ ഇത് സഹായിക്കും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫിക്സ്ഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത 2 പല്ലുകളെയും കൂടി ചേർത്ത് ക്യാപ്പ് ചെയ്യുന്ന രീതിയാണ് ഡെൻ്റൽ ബ്രിഡ്ജ്. ഇതിൽ നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാത്ത അടുത്ത 2 പല്ലുകളെയും കൂടി ഇൻവോൾവ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇംപ്ലാന്റ് ഡെവലപ്പ് ചെയ്ത് വരാൻ കാരണം. ആ പല്ലുകളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് പോലും നമുക്ക് ഇംപ്ലാന്റ് വെക്കാൻ പറ്റും.
മൂന്നാമത്തെ റീസണാണ് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുമെന്ന് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് പല്ലിലേക്ക് വെച്ചു കുറച്ച് നാൾ കഴിയുമ്പോൾ ബോണായിട്ട് ഫ്യൂസ് ആയതിനു ശേഷം നമുക്കിത് എടുത്തു മാറ്റേണ്ട ആവശ്യമില്ല, രാത്രി കഴുകി തിരിച്ചു വെക്കേണ്ട ആവശ്യമില്ല, മറന്നു പോവുക അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി ഇരിക്കുന്നതോടുകൂടി നമുക്ക് റെഗുലർ മെയിൻ്റനൻസ് എല്ലാം നല്ല രീതിയിൽ എളുപ്പമാവും. ഇംപ്ലാൻസ് ആണ് നമ്മൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇംപ്ലാന്റിന് എന്ത് ചിലവ് വരും. ഇംപ്ലാന്റ് പല രീതിയിൽ അവൈലബിൾ ആണ്, പല ബ്രാൻഡ്സിൻ്റെ അവൈലബിളാണ്. നമ്മുടെ ബോണിൻ്റെ ക്വാളിറ്റിയും ഡെൻസിറ്റിയും അനുസരിച്ച് നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു 25,000 ഒക്കെ തൊട്ട് ഇത് അവൈലബിൾ ആണ്. ചിലർക്ക് ഒരു പല്ലിന് പകരം മൾട്ടിപ്പിൾ പല്ല്, ചിലപ്പോൾ എല്ലാ പല്ലും നഷ്ടപ്പെട്ടവരുണ്ട്. അവർക്ക് ഈ ഊരി മാറ്റുന്ന ഡെഞ്ചറിന് പകരം മൾട്ടിപ്പിൾ ഇംപ്ലാന്റ്സ് ആയിരിക്കും വേണ്ടത്. അതനുസരിച്ച് അതിന് ചിലവ് വരും. അതിനുശേഷം ഫിക്സ്ഡ് ആയിട്ടുള്ള പല്ല് അവർക്ക് നമുക്ക് നൽകാൻ സാധിക്കും. അങ്ങനെയുള്ള ഡിജിറ്റൽ ടെക്നോളജി ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഉള്ളത് ഇതിൻ്റെ ആഫ്റ്റർ കെയർ. ഇത് ചെയ്തതിന് ശേഷം നമുക്ക് ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ നോർമൽ ആക്ടിവിറ്റീസിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈവൻ പല്ല് പറിച്ചതിൻ്റെ അത്രയും പോലും ബുദ്ധിമുട്ട് യൂഷ്വലി ഉണ്ടാവാറില്ല ഒരു ഡെൻറ്റൽ ഇംപ്ലാൻസിന് ശേഷം. ചിലർക്കെങ്കിലും ബ്ലീഡിങ്ങും അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ ഗൈഡഡ് ഇംപ്ലാൻസ്, അതായത് കമ്പ്യൂട്ടർ ടെക്നോളജി യൂസ് ചെയ്ത് ഗൈഡഡ് ഇംപ്ലാൻസ് എന്നുള്ളത് ചെയ്യാൻ പറ്റും. സ്റ്റിച്ച് പോലും ഇല്ലാണ്ടുള്ള പുതിയ രീതിയാണിത്. അത് ചില കേസുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് ചെയ്യേണ്ടി വരും. ഇനി നമ്മൾ ഏതൊരു ഡെൻ്റൽ ചികിത്സയും പോലെ നമുക്കിതിന് ശേഷം ചെറിയ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ടി വരും. ഇത് നല്ല രീതിയിൽ നമ്മുടെ നാച്ചുറൽ ടൂത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണ പോലെ ഈ ഡെൻ്റൽ ഇംപ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ അത് പിന്നീട് ഫെയിലിയർ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ തൊട്ടടുത്ത നാച്ചുറൽ ടൂത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഈ ഒരു പല്ലിലേക്കും അതിൻ്റെ ഫുഡ് കയറിയിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇതിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഒരു പീരിയോഡിക്കലായിട്ട് എവറി 6 months ഒരു ചെക്കപ്പ് നൽകി വേണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഡ്യൂറബിലിറ്റി ഈ ഇംപ്ലാന്റിന് നൽകുക. അതുകൊണ്ട് ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ ഡെൻറ്റിസ്റ്റിനെ പോയി കണ്ട് അതിന് വേണ്ട മെയിൻ്റനൻസും ചെക്കപ്പും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഹെൽത്തി ആയിട്ട് ഈ ഇംപ്ലാന്റ് നിലനിൽക്കും.